ഡോക്ടർ എന്നാ പറഞ്ഞേ? ഇപ്പൊ കണ്ണിന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞു. സമാധാനായി. പക്ഷെ അടുത്ത് കാഴ്ച നഷ്ടപ്പെടുമെന്നും കൂടി പറഞ്ഞു. ഓ സമാധാനമായി. ആരാ പറഞ്ഞ? എവിടെടാ? ആ എന്താ അമ്മേ, അമ്മക്ക് കണ്ണിനല്ലേ പ്രശ്നമുള്ളൂ, ചെവിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെന്താ ശബ്ദം മനസ്സിലാവാത്തത്? അച്ഛമ്മ ഞാൻ പറഞ്ഞതേ നമുക്കിത് ചികിത്സിച്ച് മാറ്റാം, അങ്ങനെ പറഞ്ഞ മെത്തേഡ്സ് ടെക്നിക്സ് അല്ലാതെ. ഓ ഇതിനൊരു ചികിത്സയൊന്നും ഇല്ലടാ കൊച്ചേ. വെളിച്ചത്തേക്കൊന്നും കാണിക്കാൻ പാടില്ല, ഇരുട്ടത്തിരുന്നോളാനാ പറഞ്ഞു. അതിനാണോ ഈ ഗ്ലാസ് ഒക്കെ വെച്ചക്കണേ? കണ്ണ് തുറന്ന പാട് കാഴ്ച നഷ്ടപ്പെടുന്ന ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ടാണ് കണ്ണടച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ് വെക്കണം എന്ന്. ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മേ? ആ ഗ്ലാസ് ഇങ്ങോട്ട് ഊരിക്ക്. ഊരണ്ട. അമ്മേ മകനാ പറയുന്നത്, ഊരേ. Willy White toothpaste. മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് Willy White toothpaste. നിങ്ങളല്ലല്ലോ ഡോക്ടർ അടുത്ത് പോയെ, ഞാനല്ലേ പോയത്. കണ്ണു തുറന്നേ. കണ്ണ് തുറന്ന പാട് കാഴ്ച പോകും. അമ്മേ കണ്ണ് തുറക്കാൻ. ഗ്ലാസ് കൊടുത്തരാം. നീ ഇങ്ങോട്ട് മാറിക്കേ. അച്ഛമ്മയുടെ മകനാണത് പറയണേ. ഗ്ലാസ് കൊടുത്തരാം. അമ്മ ഡോക്ടർ പറഞ്ഞത് ഞാനും അമ്മയും മാത്രമേ കേട്ടത്, ഇവരൊന്നും കേട്ടിട്ടില്ല. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല മക്കളെ. നേരെ കണ്ണു വെച്ച് നോക്ക്. തുറക്കല്ലേ. ഇത് എത്രയാ? ഇത് ഒന്നും കാണാൻ പറ്റുന്നില്ല, പിന്നെ എത്രയാന്ന് എന്നോട് ചോദിക്കല്ലേ. എന്തുവാടി? ഏതായാലും കാഴ്ച ശക്തി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അമ്മ നേരെ നോക്കി ഇങ്ങോട്ട്. എന്നെ മക്കളെ കാണാൻ പറ്റുന്നില്ല എല്ലാം. അച്ഛമ്മ വന്ന് കിടക്കുവാ. നീ കൊണ്ട് മുറിയിൽ നിർത്തിക്ക്. കൊടുത്ത കണ്ണാടി അതുകൊണ്ട് അവിടെ വെച്ചോട്ടെ. എന്നെ ആരെങ്കിലും ഒന്ന് പിടിച്ചാ ശരീരം പൊങ്ങാതെ ആ മുറി കൊണ്ടിരുത്തിയല്ലേ. ഇനിയുള്ള ശിഷ്ടകാലം ഞാൻ അവിടെ കഴിഞ്ഞോളാം. അച്ഛമ്മ കണ്ണടയാണോ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നതാ ഇത്? കണ്ണിനെ വെക്കണം. അത് വെച്ചപ്പോ കണ്ണു കാണുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് ഒരാളുടെ കാഴ്ചയൊക്കെ പോകും. വേറൊരു കാര്യം കൂടി ഡോക്ടർ പറഞ്ഞായിരുന്നു, ടെൻഷൻ അടുപ്പിക്കരുത്. ഓ അത് ശരി. ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടാ നീ അമ്മ ഇത്ര നേരം ടെൻഷൻ അടുപ്പിച്ചല്ലേ? ഞാനുള്ളതല്ലേ പറഞ്ഞത്. എന്തോന്നാടി? അപ്പ അച്ഛമ്മയുടെ കാഴ്ച ശരിക്കും പോയാ? ഇവരല്ലേ പോയത്, ഇവർക്കല്ലേ അറിയാവുള്ളൂ. നിനക്ക് സന്തോഷായല്ല? അച്ചമ്മയ്ക്ക് കാഴ്ച പോയാലും ചെവി കേൾവി പോയാലും ഒക്കെ നിനക്ക് ഹാപ്പിയാ. ഒന്നാമത് അതിന്റെ ഒരു ചെവി കേൾക്കത്തില്ല, ആ ഒരു ചെവി ഈ ബഹളം വെച്ചോണ്ടാക്കുന്നത്. ഇപ്പൊ കണ്ണും കൂടെ പോയി. ആ ഒരു ചെവി കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് കറക്റ്റ് കേൾക്കുന്നുണ്ടല്ലോ. ആ എനിക്ക് വേറെ പണിയുണ്ട്. അമ്മ ഞാനുണ്ട്. അച്ഛാ ഒന്നും എന്തിനാടാ? ഒന്നും ഒരു കാര്യം പറയാനൊന്നും. ഞാനും വരാം. നീ വരണ്ട, നീ അങ്ങോട്ട് നീ അവിടെ പിള്ളേരുടെ പ്രായത്തിനൊത്ത് കളിച്ചു അവിടെ എന്നാ പറയാം.